നമ്മൾ വെരി റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സ്പോട്ട്വിൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബോത്ത് iOS ആൻഡ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ക്ലയൻറ്റിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സിനും വെൻഡേഴ്സിനും വളരെ സിമ്പിളായിട്ട് അവരുടെ ടർഫ് ബുക്കിംഗ് ആൻഡ് ടർഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്. അതായത് വെൻഡേഴ്സിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതേപോലെ തന്നെ ടർഫ് ആഡ് ചെയ്യുക, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റണം എന്നായിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്. ഇതേപോലെ തന്നെ യൂസറിൻ്റെ ആപ്ലിക്കേഷനും യൂസേഴ്സിന് ലോഗിൻ ഓർ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ആ ആപ്ലിക്കേഷനിലൂടെ ടർഫ് ബുക്ക് ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് അതിൽ സെർച്ച് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്നായിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്. സോ നമ്മളതെല്ലാം നമ്മളുടെ 100% ഡെഡിക്കേഷൻ ആൻഡ് നമ്മുടെ വർക്ക് ടീം മെമ്പേഴ്സിൻ്റെ ഒരു ഹാർഡ് വർക്കിലൂടെ നമ്മളത് അച്ചീവ് ചെയ്യും. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു മൊമെൻറ്റോ നമുക്ക് അവർ തന്നിട്ടുള്ളത്. സ്പോർട്ട്വിൻസിൻ്റെ ലോഗോ ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്ത സമയത്ത് ഇതൊരു സ്പോർട്സ് ബ്രാൻഡ് ആണെന്നാണ് കിട്ടിയത്. സ്പോർട്സ് ബ്രാൻഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെഫറൻസുകൾ എടുക്കേണ്ടി വന്നു. സോ അതിൽ നിന്നും കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് ഒരു കോമ്പിനേഷൻ ലോഗോ വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഫസ്റ്റ് തോന്നിയത്. ഇതൊരു സ്പോർട്സ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളറാണ് നമ്മൾ ഈ ബ്രാൻഡിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. സ്പോർട്ട്വിൻസിൽ നമ്മൾ യൂസ് ചെയ്ത ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് ആക്സിഫോർമ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രാച്ച് തൊട്ടിട്ടുള്ള ലോഗോയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഹായ്, അപ്പോൾ ഞാൻ പറയുന്നത് സ്പോർട്ട്വിൻസ് എന്ന് പറഞ്ഞ ആപ്പിനെ പറ്റിയാണ്. അപ്പോൾ ആപ്പ് ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആപ്പിനെ പറ്റി പഠിച്ചു, ക്ലയൻറ്റിൻ്റെ പെയിൻ പോയിൻറ്റ്സ് ഒക്കെ പഠിച്ച് യൂസർ പെർസോണ നടത്തി, അത് കഴിഞ്ഞ് വയർഫ്രെയിമിംഗ് നടത്തി, അത് കഴിഞ്ഞ് നമ്മൾ ആപ്പിൻ്റെ UI കയറി UI ഡിസൈൻ ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന വെച്ചാൽ ലൊക്കേഷൻ ബേസ്ഡ് ടർഫ് സർവീസാണ്. അതിപ്പോൾ ടർഫ് ആഡ് ചെയ്യാം ഓട്ടോമാറ്റിക്കലി, നമ്മൾ ഏത് ലൊക്കേഷനാണോ അത് ബേസ്ഡ് ചെയ്തിട്ട് ആപ്പ് ഇതാവും. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, നമ്മൾ ടർഫ് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ റിഫ്രഷ്മെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ടർഫ് ബുക്ക് ചെയ്യുമ്പോൾ റിഫ്രഷ്മെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വാലറ്റിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. സ്പോർട്ട്വിൻസിൻ്റെ ആപ്പ് ഡെവലപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലട്ടർ ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസറിന് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ആപ്പ് ത്രൂ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് ലൊക്കേഷൻ ബേസ്ഡ് നമുക്ക് ടർഫ് ഇതിൽ നിന്ന് ബുക്ക് ചെയ്യാനും അതിൽ നിന്ന് തന്നെ നമുക്ക് പോയിൻറ്റ്സ് റെഡീം ചെയ്യാനും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ടർഫ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. കാരണം മറ്റുള്ള ആപ്ലിക്കേഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് യൂസർ ഫ്രണ്ട്ലി ആണ് ഈ ആപ്ലിക്കേഷൻ മെയിനായിട്ട് വരുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കെൻഡ് പൈത്തൺ ആണ്. പൈത്തണിലെ ജാങ്കോ ഫ്രെയിം വർക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടുള്ളത് PostgreSQL ആണ്. ഇതിനകത്ത് ഡിഫറെൻറ്റ് വെൻഡേഴ്സ് വരുന്നുണ്ട്. വെൻഡേഴ്സിന് കീഴിൽ ഡിഫറെൻറ്റ് ടർഫുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ടർഫുകളും ഒരുപാട് ബുക്കിങ്സ് വരുമ്പോൾ അതിന് ഹൈ സ്കെയിലബിൾ ആയിട്ടുള്ളതാണ് ബാക്കെൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എത്ര യൂസേഴ്സ് വന്നാലും അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.